മനുഷ്യബന്ധങ്ങളുടെ നശ്വരത രാമായണം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അയോധ്യാകാന്ഡത്തിലെ ലക്ഷ്മണ സാന്ത്വനം പകർന്നു നൽകുന്നത് ജീവിത ബന്ധങ്ങളുടെ മൂല്യബോധമാണെന്നും മാതാ അമൃതാനന്ദമയി മഠം തിരുവല്ല മഠാധിപതി സ്വാമിനി ഭവ്യാമൃത പ്രാണ പറഞ്ഞു. ശ്രീരാഘവം ദശരഥാത്മജമപ്രമേയം സീതാപതിം രഘുകുലാന്വയരത്നദീപം ആജാനുബാഹുമരവിന്ദദളായദാക്ഷം രാമം നിശാചരവിനാശകരം നമാമി. ഓം അമൃതേശ്വരി നമഃ. ഇത് രാമായണ മാസമാണ്. കർക്കിടക മാസത്തെ നമ്മളിപ്പോൾ രാമായണ മാസമാക്കി മാറ്റിയിരിക്കുകയാണ്. പണ്ടൊക്കെ കർക്കിടകം എന്ന് കേട്ടാൽ ഒരു പഞ്ഞമാസമായിട്ടാണ് നമുക്കെല്ലാം അനുഭവപ്പെട്ടിരുന്നത്. മഴയും തോരാതെയുള്ള മഴ, അതുപോലെ തന്നെ രോഗങ്ങൾ, മരണങ്ങൾ കൂടുതൽ നടക്കുന്ന സമയമാണ്. എല്ലാം കൊണ്ടും ഒരു അസ്വസ്ഥമായ മാസമായിരുന്നു. പക്ഷേ ഇന്നത്തെ സ്ഥിതി അതല്ല. ഇന്ന് കർക്കിടകം 1 മുതൽ 31-ാം തീയതി വരെ രാമായണത്തിൻ്റെ ശീലുകൾ അന്തരീക്ഷത്തിൽ ഇങ്ങനെ എല്ലാ സ്ഥലത്തു നിന്നും നമുക്കിതിൻ്റെ ഈ ഒരു വരികൾ കേൾക്കാം. ഇത് കേട്ടുകൊണ്ടാണ് നമ്മൾ ഈ കർക്കിടക മാസം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 1-ാം തീയതി മുതൽ ഭഗവാൻ ശ്രീരാമചന്ദ്രനോടൊപ്പമുള്ള ഒരു യാത്രയാണിത്. ഭഗവാന്റെ ബാല്യകാലം തൊട്ട് ബാലകാന്ഡം മുതൽ യുദ്ധകാന്ഡം വരെയുള്ള ഭഗവാനോടൊപ്പമുള്ള സംഭവബഹുലമായ കാര്യങ്ങളിലൂടെ ഉള്ളൊരു യാത്രയാണ് രാമായണം. നമ്മൾ ഇന്ന് എല്ലാവരും അതിലെ ഓരോ അനുഭവങ്ങളും ഹൃദയത്തിലേറ്റിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ രാമായണത്തിലെ ഓരോ അനുഭവങ്ങളിലൂടെയും മനുഷ്യർ കടന്നു പോകുമ്പോൾ അത് നമ്മുടെ ദൈനംദിന ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഒരുപാട് സന്ദേശങ്ങൾ നമുക്കതിനകത്തുനിന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്. ഞാനിവിടെ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ഭാഗം അയോധ്യാകാന്ഡത്തിലെ ലക്ഷ്മണ സാന്ത്വനം എന്നുള്ള ഭാഗമാണ്. അതിൻ്റെ സന്ദർഭം നമുക്കെല്ലാവർക്കും അറിയാം. സന്ദർഭം എന്ന് പറയുന്നത് ശ്രീരാമൻ്റെ പട്ടാഭിഷേകം നടത്താൻ ദശരഥ മഹാരാജാവ് തീരുമാനിച്ചു. അതിനുള്ള സന്നാഹങ്ങളെല്ലാം ഒരുക്കി. അതിനുശേഷം അന്ന് തന്നെ പറയുന്നു, നാളെ പുലർകാലെ 14 വർഷം വനവാസത്തിന് പോകണമെന്ന്. ഇത് കേട്ടപ്പോൾ ഭഗവാൻ ശ്രീരാമചന്ദ്രന് യാതൊരു വിഷമവും തോന്നിയില്ല. പക്ഷേ ശ്രീരാമചന്ദ്രൻ്റെ സഹോദരനായ ലക്ഷ്മണൻ തൻ്റെ ജ്യേഷ്ഠന് എന്തിനാണ് വനവാസം വിധിച്ചതെന്ന് ഓർത്തുകൊണ്ട് വളരെ രോഷാകുലനായിട്ട് നിൽക്കുന്ന ഒരു സന്ദർഭം പറയുന്നുണ്ട്. വളരെയധികം രോഷാകുലനായി ദുഃഖത്തോടെ ദേഷ്യത്തോടെ തൻ്റെ പിതാവിനെ വളരെ നിന്ദിച്ച് സംസാരിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. ഈ ഒരു സന്ദർഭത്തിലാണ് ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണൻ്റെ സമീപത്തേക്ക് വരുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇതുപോലെ കുടുംബങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള ഒരു വലിയ സന്ദേശമാണ് ഭഗവാൻ ഇവിടെ കാണിച്ചു തരുന്നത്. അതായത് ക്രോധാഗ്നി കൊണ്ട് ലോകം മുഴുവൻ ഭസ്മമാക്കുന്ന രീതിയിൽ നിൽക്കുന്ന ലക്ഷ്മണൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ഭഗവാൻ ആദ്യം ചെയ്തത് എന്താണെന്നറിയാവോ? അദ്ദേഹത്തിനെ ഗാഠമായി ആലിംഗനം ചെയ്യുകയാണ് ചെയ്തത്. ഒരാൾ ക്രോധത്തോടെ നിൽക്കുമ്പോൾ അവരെ തണുപ്പിക്കാൻ എങ്ങനെയാണ് മനഃശാസ്ത്രപരമായ സമീപിക്കേണ്ടതെന്ന് ഭഗവാൻ ഇവിടെ കാണിച്ചു തരികയാണ്. കുടുംബത്തിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടുത്തെ മുതിർന്നവരല്ലെങ്കിൽ ഉപദേശം കൊടുക്കേണ്ട ആൾക്കാർ ആ പ്രശ്നങ്ങളെ കൂടുതൽ വഷളാക്കുന്നതിന് പകരം കൂടുതൽ ഉപദേശം കൊടുക്കാനും ആ സമയത്ത് തിരിച്ച് ദേഷ്യപ്പെടാനും ഒക്കെ തുടങ്ങിയാൽ ആ വീടൊരു യുദ്ധക്കളമായിട്ട് മാറും. നേരെ മറിച്ച് ആരെങ്കിലും ഒരാൾ ശാന്തനായി അതിനെ സമീപിക്കുകയും അവരെ ശാന്തമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നത്. ഇവിടെ ലക്ഷ്മണനോട് മനഃശാസ്ത്രപരമായ ഒരു സമീപനമാണ് ഭഗവാൻ കാണിക്കുന്നത്. ആലിംഗനം ചെയ്തതിന് ശേഷം പറയുന്ന വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. കാരണം എന്നോട് ഏറ്റവും കൂടുതൽ ഈ ലോകത്തെന്നെ സ്നേഹിക്കുന്നത് കുമാര നീയാണ്, വത്സ, സൗമിത്രേ
എന്നാണ് വിളിക്കുന്നത്, കുഞ്ഞേ എന്നാണ് വിളിക്കുന്നത്. ദേഷ്യപ്പെട്ട് നിൽക്കുന്ന ഒരാളിനെ ആദ്യം ആലിംഗനം ചെയ്തു, പിന്നെ കുഞ്ഞേ എന്ന് വിളിച്ചു, പിന്നെ അവരുടെ ഗുണഗണങ്ങൾ പറഞ്ഞ് അവരെ ശാന്തമാക്കാൻ ശ്രമിക്കുകയാണ്. എന്നോടുള്ള സ്നേഹം നിന്നേക്കാൾ അധികം ഇവിടെ ആർക്കുമില്ല എന്ന് പറയുകയാണ്. അതോടൊപ്പം തന്നെ നിനക്ക് അസാധ്യമായിട്ട് ജീവിതത്തിൽ ഒരു കാര്യവും ഇല്ല, നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള കഴിവും സാമർഥ്യമുണ്ട്. അവരുടെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വാക്കുകളാണ് പിന്നീട് ഭഗവാൻ പറയുന്നത്. അതിനുശേഷമാണ് ഉപദേശം തുടങ്ങുന്നത്. ക്രോധിച്ച് നിൽക്കുന്ന ഒരാളോട് ആദ്യം തന്നെ ഉപദേശം കൊടുക്കാൻ ചെന്നാൽ അതൊരിക്കലും വിലപ്പോവില്ല എന്ന് കാണിച്ചു തരികയാണ്. അതിനുശേഷം പറഞ്ഞു കൊടുക്കുന്നത് ജീവിതത്തിൻ്റെ നശ്വരതയെക്കുറിച്ചും പ്രത്യേകിച്ചും നമ്മുടെ ബന്ധങ്ങളുടെ നശ്വരതയെക്കുറിച്ചും. നമ്മളെല്ലാം നമുക്കൊക്കെ ഒരുപാട് ബന്ധങ്ങളുണ്ട്. ഭാര്യ ഭർത്തൃബന്ധം, അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് കുട്ടികളോടുള്ള ബന്ധം, അതുപോലെ സുഹൃത്തുക്കളോടുള്ള ബന്ധം, സ്വന്തം ബന്ധുജനങ്ങളോടുള്ള ബന്ധം. ഈ ഒരു ബന്ധത്തിൽ ഏറ്റവും നശ്വരമായ കാര്യമാണെന്ന് വെളിപ്പെടുത്തുകയാണ്. നമ്മളൊക്കെ ഈ ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ മമതയാൽ വളരെ അറ്റാച്ച്ഡ് ആയിട്ട് അവരുടെ വേർപാടിൽ ദുഃഖിക്കുന്നവരാണ്. പക്ഷേ ഇവിടെ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നു, ബന്ധത്തിനെക്കുറിച്ച് നല്ല 2 ഉദാഹരണങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഒന്ന് പറയുന്നത് എന്താണ്? താന്തർപ്പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടും വിയോഗം വരും പോലെ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലം ആലയ സംഗമം. എത്ര മനോഹരമായ വരികളാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. പണ്ടൊക്കെ യാത്രയ്ക്ക് പോകുന്നത് വാഹനങ്ങളിലായിരുന്നില്ല, കാൽനടയായിട്ടാണ് പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ അവർക്ക് വിശ്രമിക്കാനും ഭക്ഷണം കഴിക്കാനുമുള്ള സ്ഥലങ്ങളെ വഴിയമ്പലങ്ങളെന്നാണ് പറഞ്ഞിരുന്നത്. ഈ വഴിയമ്പലങ്ങളിൽ അവരെപ്പോലെ തന്നെ യാത്ര ചെയ്തെത്തുന്നവർ വിശ്രമിക്കാൻ അവിടെ എത്താറുണ്ട്. അങ്ങനെയുള്ള സമയത്ത്, വിശ്രമിക്കുന്ന സമയത്ത് അവരുമായിട്ട് ലോഹ്യമൊക്കെ പറഞ്ഞ് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് കുശലപ്രശ്നങ്ങളൊക്കെ അന്വേഷിച്ച് അവർ തമ്മിലൊരു സുഹൃത്ത് ബന്ധം സ്ഥാപിക്കുന്നു. എന്നിട്ട് വീണ്ടും അവർ നടക്കും. അവരവരുടെ വഴികളിൽ പിരിയേണ്ട സമയത്ത് വരുമ്പോൾ അവർ പിരിഞ്ഞു പോകുന്നു. ഇത്രയൊക്കെയുള്ളൂ ബന്ധങ്ങളുടെ സ്ഥിരതയെന്ന് ഭഗവാനോട് പറഞ്ഞു കൊടുക്കണം. എല്ലാ ബന്ധങ്ങളുടെയും സ്ഥിരത, അതായത് എല്ലാ ബന്ധങ്ങൾക്കും ഇത്രയൊക്കെ സമയദൈർഘ്യമുള്ളൂ എന്ന് പറഞ്ഞതുപോലെയാണ് മറ്റൊരു ഉദാഹരണം പറയുന്നത്. നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും, നദിയിലൂടെ ഒഴുകി വരുന്ന തടിക്കഷ്ണങ്ങൾ നദിയുടെ ഒഴുക്കിനനുസരിച്ച് ചില സ്ഥലത്ത് കൂടിച്ചേരുന്നു, ചില സ്ഥലത്ത് പിരിഞ്ഞു പോകുന്നു. ഇതുപോലെയാണ് മനുഷ്യബന്ധങ്ങളും. ഭാര്യാഭർത്തൃബന്ധമായാലും കൊള്ളാം, അമ്മയും മക്കളുമായിട്ടുള്ള ബന്ധമായാലും കൊള്ളാം, ഏത് ബന്ധങ്ങളാണെങ്കിലും ഒരു സമയത്ത് എല്ലാവർക്കും വിയോഗം എന്നുള്ള ഒരു അനുഭവത്തെ നേരിടേണ്ടി വരും. അപ്പം നമ്മളിങ്ങനെ വിചാരിച്ചുകൊണ്ട് ബന്ധങ്ങളിൽ ഏർപ്പെടുമ്പോഴാണ് നമുക്ക് ശരിയായ രീതിയിലുള്ള ദുഃഖം അല്ലാത്ത, നമുക്കിപ്പോൾ ആരെങ്കിലും നമ്മളോട് ദേഷിച്ച് സംസാരിച്ചാലോ മറ്റു കാര്യങ്ങൾ ജീവിതത്തിൽ വരുമ്പോഴോ ഒക്കെ നമുക്ക് ദുഃഖമുണ്ടാകും. അപ്പം ജീവിതത്തിൻ്റെ ബന്ധങ്ങളുടെ നശ്വരത മനസ്സിലാക്കാൻ എങ്ങനെ സാധിക്കുമെന്ന് ഭഗവാൻ ഇവിടെ ലക്ഷ്മണ സാന്ത്വനത്തിലൂടെ ഒരു സന്ദേശത്തിൽ ഈ ഒരു ഭാഗത്ത് പറയുകയാണ് ചെയ്യുന്നത്. ഇതും നമ്മുടെ ജീവിതത്തിൽ എല്ലാ ബന്ധങ്ങളിലും ഏർപ്പെടുന്ന നമ്മൾക്ക് ഓരോരുത്തർക്കും നല്ലൊരു മെസ്സേജാണ് ഈ ഒരു അവസരത്തിൽ ഭഗവാൻ നൽകുന്നത്. ഓം നമഃ ശിവായ.